നാട്ടിൽ വലിയ കലാപുണ്ടാകാൻ പോവുകയാണ് സംവരണത്തിന്റെ പേരിൽ. ചില രാഷ്ട്രീയക്കാർ ഇപ്പൊ കോടതിയിലേക്ക് മാർച്ച് നടത്തി കണ്ടു. വിവരദോഷം എന്നാണ് അതിന്റെ പേര്. കോടതിയിലേക്ക് മാർച്ച് നടത്തുന്നത് കോടതിയെ ലംഘന, ജുഡീഷ്യറി അപമാനിക്കപ്പെടല. നോ, ചെയ്തു പോകരുത്. SSFകാർ ചെയ്യരുത്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ഞങ്ങൾ ആളല്ല. ഈ രാജ്യത്തെ നിയമത്തെ മാനിക്കലാണ് നമ്മുടെ നിയമം. അത് പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെയ്ത. ഒരു കാലത്ത് ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ സമയം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ഈ രാജ്യത്തെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന്. അല്ലേ? റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ ഭരണഘടന പൂർത്തീകരിക്കപ്പെട്ട ദിവസം, റിപ്പബ്ലിക് ഡേ. അത് ബഹിഷ്കരിക്കാൻ ബാബരി മസ്ജിദിന്റെ പേരിൽ ആഹ്വാനം ചെയ്തപ്പോ ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിമാ പറഞ്ഞത്, നേതാവ് ചെയ്തു പോകരുത്. അങ്ങനെ നമ്മൾ ചെയ്താൽ ചരിത്രത്തിൽ ഈ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കി കളയും എന്ന് പറഞ്ഞ ഏക ഇന്ത്യയിലെ മുസ്ലിം നേതാവ് ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ആ തിരിച്ചറിവ്, അതാണ് യഥാർത്ഥ മുസ്ലിങ്ങളുടെ കപ്പാസിറ്റി. ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റിന് പ്രധാനമന്ത്രി കാത്തുനിൽക്കുന്നത്, രാഷ്ട്രീയക്കാർ കാത്തുനിൽക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ ദീർഘവീക്ഷണവും അള്ളാഹുവിന്റെ റസൂലിനോട് കാന്തപുരം ഉസ്താദിനെല്ലാം മുഹിബും കൂടി ആയപ്പോ കൽബിൽ നല്ലത് റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടും. ഞാൻ വെറുതെ പറയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പിരാന്താ തോന്നും. അതാ ലോകത്തെത്തിയാലേ അറിയൂ. ഔലിയാക്കളെ പറ്റി പറയണമെങ്കിൽ ഔലിയാക്കളുടെ ലോകത്തേക്ക് എന്തെങ്കിലും ഒരു തലതുള്ളവരോട് പറഞ്ഞേ കാര്യമുള്ളൂ. ഇപ്പൊ ഈ മുമ്പിൽ വലുതൊക്കെ കേൾക്കണവര് 6 വയസ്സുള്ള കുട്ടീനെ വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ഭാര്യോത്തക്കന്മാരെ ആദ്യരാത്രി പറഞ്ഞ അവനെന്ത് മനസ്സിലാവും? കിതാബും ഫീയും മാഫിയും ഒന്നും അറിയില്ല. അതുപോലെ ഔലിയാന്റെ ലോകം ഒരു വലിയ ലോക, തലദ്ദിന്റെ ലോകം ഒരു വലിയ ലോക, മുഹിബിന്റെ ലോകം ഒരു വലിയ ലോക. റസൂലുള്ളാഹിയുമായി സലാത്ത് കൊണ്ട് അടുക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് ധാരാളം അറിവുകൾ, ഇൻഫർമേഷനുകൾ, തൗഫീഖുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ പ്രാക്ടിക്കലായി ചെയ്തോളൂ. സലാത്ത് വർദ്ധിപ്പിച്ചു നോക്കൂ, ദറജ വലുതാകും, അറിവുകൾ വലുതാകും, ലദുനിയായ അറിവ് കിട്ടും. ഒരുപാട് മേഖലകളിലേക്ക് എത്തപ്പെടാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് സംവരണത്തിന്റെ പേരിലാക്കി കുഴപ്പമുണ്ടാകാൻ പോകണം. എന്താ ഈ സംവരണം? ഇവിടെ ഭരണഘടന 50% മെറിറ്റും 50% സംവരണം വെച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിങ്ങൾക്ക് ഉദ്യോഗത്തിൽ 12% സംവരണം ഇപ്പം കേരളത്തിലുണ്ട്. 14% ഇഴവർക്കുണ്ട്. ബാക്കി ഓരോ ജാതികൾക്ക് 2, 3, 4, 5, 6 ഒക്കെ ഉണ്ട്. അങ്ങനെ 50 ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി 50 മെറിറ്റാണ്. ഇനി ഏതെങ്കിലും ജാതിക്ക് പുതിയ സംവരണം കൊടുക്കണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അമെന്റ്മെന്റ് കൊണ്ടുവരണം. അത് പാർലമെന്റിൽ വരേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത്, ഇന്ന് മുസ്ലിം സമുദായത്തിൽ, കേരളത്തിലെ, ഇന്ത്യയില് മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിയല്ല, ഒരു മുജാഹിദുമല്ല, ശൈഖുന കാന്തപുരം ഉസ്താദാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ശൈഖുന. മുസ്ലിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെട്ടു. കോടതി പോലും പറയേണ്ടടുത്തേക്ക് എത്തി. മുസ്ലിങ്ങൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ കുറെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാ ചെയ്തത്? എന്താ ചെയ്തത്? രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്തോ? അവരെന്തേലും ചെയ്യണമെങ്കിൽ 10 വോട്ട് കിട്ടാൻ കുല്ലു രാഷ്ട്രീയക്കാരും കൊല്ലും വാഹിദ. ഒരാളല്ല പറഞ്ഞത് കേട്ടോ. പക്ഷേ സമുദായത്തിന്റെ പൾസ് തിരിച്ചറിഞ്ഞു. വിദ്യാഭ്യാസമാണ് എല്ലാത്തിലും വലുത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവനാടി അറിവാൻ. അതാണ് ഇസ്ലാം. അതാണ് ശൈഖുന ചെയ്തത്. ഭീകരവാദമല്ലേ അവിടെ, തീവ്രവാദമല്ലേ അവിടെ. ഗവൺമെന്റ് പോലും വിളിച്ച് ആദരിക്കപ്പെടുകയാണ്. വിദേശ ഗവൺമെന്റുകൾ, സർക്കാരുകൾ പോലും അവിടുത്തെ അതിഥിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനായി ആദരിക്കുക. എന്നതിന്റെ പേരില്ല, ഇസ്ലാമിന്റെ ശരിയായ അജണ്ടയാണ് ശൈഖുന ഇവിടെ നടപ്പാക്കുന്നത്. അത് വിദ്യാഭ്യാസത്തിലൂടെ ഈ സമുദായത്തെ വളർത്തിക്കൊണ്ടുവരിക. അതാണ് എല്ലാത്തിലും പരിഹാരം. പോലെ വിവരം ഉണ്ടാവുക എന്നുള്ളത്. വിവരം ഉണ്ടാകുമ്പോൾ എല്ലാത്തിലും മീതയാകും. ഖുർആനും അതല്ലേ നമ്മളോട് പറഞ്ഞത്? വിവരം എന്ന് പറഞ്ഞാൽ എല്ലാ വിവരവും അള്ളാഹുടെ വിവരം തന്നെ. എഞ്ചിനീയറിംഗ് ആയാലും ഡോക്ടർ ആയാലും എല്ലാം ഇതൊക്കെ ഖുർആൻ നമുക്ക് തെളിവുള്ളതാണ്. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ആവട്ടെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കാരുണ്യത്തിൻ്റെ പ്രപഞ്ചമെന്നുള്ള SSFന്റെയും SYSന്റെയും വിഷയം നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. തൻ്റെ പ്രിയപ്പെട്ട എളാപ്പയെ കൊന്ന് അവിടുത്തെ കുടൽമാല കഴുത്തിലിട്ട ഹിന്ദിന് നിരുപാധികം മാപ്പ് കൊടുത്ത മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിനെ ചാട്ടുളി എറിഞ്ഞുകൊണ്ട് നിരുപാധികം കൊലപ്പെടുത്തിയ അള്ളാഹിന്റെ റസൂലിന്റെ ഹബീബിന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊലപ്പെടുത്തിയ വശിക്ക് മാപ്പ് കൊടുത്ത മുഹമ്മദ് മുസ്തഫ
ഹിന്ദെന്ന് പറഞ്ഞ പെണ്ണ് അവിടെ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിമായി. പ്രിയപ്പെട്ടവരെ, വഷി എന്ന് പറഞ്ഞ മനുഷ്യനും അവിടെ വെച്ച് മുസ്ലിമായി. ഇപ്പൊ സഹാബിയുടെ ദർജയിലാണ്. ഇവരാരെങ്കിലും പണം കൊടുത്ത് മുസ്ലിമാക്കിയതല്ലല്ലോ റസൂലുള്ള. തിരുനബി കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. കാരുണ്യത്തിന്റെ ചിറക് വിരിക്കൂ എസ്എസ്എഫുകാരെ, കാരുണ്യത്തിന്റെ ചിറക് വിളിക്കൂ എസ്വൈഎസുകാരെ. ലോകത്ത് ഇസ്ലാം കാരുണ്യമാണെന്ന് പ്രചരിപ്പിക്കപ്പെടൂ. ശത്രുവിനെ സ്നേഹിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, ശത്രുവിനെ സ്നേഹിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിച്ചില്ലേ? എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഈ സംഭവത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഉറങ്ങുന്ന ഒരു സമയം ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കുകയാണ് രാത്രി. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കഥകിൽ നിന്ന് വിളിക്കുന്നു ഒരു മനുഷ്യൻ, മുഹമ്മദേ മുഹമ്മദേ മുഹമ്മദേ, കഥകൊന്ന് തുറക്കാമോ? അല്ലാഹുവിന്റെ റസൂല് കഥക് തുറന്നു നോക്കുമ്പോൾ ഉമ്മറത്ത് നിൽക്കുന്നത് ഒരു കടുത്ത യഹൂദിയാണ്. അക്കാലത്ത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രു യഹൂദിയാണ്. ഇക്കാലത്തും അത് തന്നെയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് തുരങ്കം തെറ്റിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം എടുത്തു കൊണ്ടുപോയി കത്തിക്കാനും അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിന്റെ അകത്ത് വക്കോല് കുത്തി നിറയ്ക്കാനും ഹിജറ 620 ശ്രമം നടത്തിയവരാണ് യഹൂദികൾ, ഇസ്രായേലുകാർ. പാരമ്പര്യം അവരുടേതാണ്. അമ്പിയാക്കന്മാരെ കൊന്ന പാരമ്പര്യമാണ് യഹൂദികളുടെ. അമ്പിയാക്കളുടെ ഖബർ തുറന്ന പാരമ്പര്യമാണ് യഹൂദികളുടെ. റസൂലുള്ളാഹിനോട് അത്രയും വലിയ ശത്രുതയുള്ളൊരു യഹൂദി ഐഷബിയുടെ വീട്ടിന്റെ മുമ്പിൽ മദീനയിൽ വന്നിട്ട് വിളിക്കുന്ന, മുഹമ്മദേ ഒന്ന് അഭയം തരാമോ? പാതിരാത്രിയാ വിളിക്കുന്നത്. നമ്മളാണെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാക്കണ ഭാഷയെ പറയുകയാണെങ്കിലേ മോനും കൊടുക്ക്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന W. ബുഷ്, ഇപ്പൊ ബറാക് ഒബാമ ഹുസൈനാണല്ലോ, മുന്നത്തെ പ്രസിഡന്റ് W. ബുഷ്. അയാൾക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ള ഒരാളായിരുന്നു സദ്ദാം ഹുസൈനും ഉസാമ ബിൻ ലാദനും. ഈ W. ബുഷ് ഒരു ദിവസം രാത്രി വൈറ്റ് ഹൗസിൽ കിടന്നുറങ്ങുന്ന സമയം, സങ്കല്പിക്കാൻ വേണ്ടി പറയാട്ടോ, ഒരാൾ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നു നോക്കുമ്പോൾ ബുഷ് കാണുന്നത് ആരെ? സാക്ഷാൽ ബിൻ ലാദനെ. എന്താകും അവിടെ സംഭവിക്കുക? ആ ജീവനാന്ത ശത്രുവല്ലേ, വെറുതെ വിടുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കഥകിൽ മുട്ടി വാതിൽ തുറന്നത് റസൂലുള്ള പാതിരാത്രി നോക്കുമ്പോൾ കാണുന്നത് യഹൂദിയ. ഉമ്മറത്ത് കഠിന ശത്രുവാ. അക്കാലത്ത് യഹൂദികൾ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാ. റസൂലുള്ള പറഞ്ഞു, എന്തേ മുഹമ്മദ് അഭയം തരണം. വഴിതെറ്റിയിട്ട് മദീനയിലൂടെ വന്നതാ. ഇവിടെ എവിടെ യഹൂദികളില്ല, കിടന്നുറങ്ങാൻ സ്ഥലമില്ല. പുറത്തു വെച്ച് ആരെങ്കിലും കണ്ട അതിനെ കൊന്നുകളയും. അതുകൊണ്ട് നേരം വെളുക്കോളം ഇവിടെ നിന്ന് കിടക്കാൻ സ്ഥലം തരണം. നമ്മളാണെങ്കിൽ എന്താ ഇന്ത്യക്കുക? അല്ല, തമിഴന്മാരും വഹയന്മാരും രാത്രി കൊടുത്താൽ കുട്ടികളുടെ കഴുത്തിലുള്ളതും ഇല്ല, പിന്നെ തലയില്ല. നേരം വെളുക്കുമ്പോൾ കാണാനല്ലേ തമിളൻ അതിർത്ത് മുങ്ങി തമിളൻ ദുർത്ത് പോകുന്നു. അതുകൊണ്ട് ആ വക സാധനമാണെങ്കിൽ പുലിവാരി വേണ്ട, ഇവിടെ കിടക്കാൻ പറ്റില്ല, പുറത്തവിടയിലേക്കോ പറയും. അള്ളാഹുവിൻ്റെ റസൂൽ ആ ശത്രുവാണെന്നറിഞ്ഞ യഹൂദനെടുത്ത് വിരിപ്പിൽ കയറ്റി ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഇവൻ നമ്മുടെ അതിഥിയെ സൽക്കരിക്കണം. നീയും ഞാനും ഇന്ന് നിലത്തിറങ്ങി കിടക്കണം. അള്ളാഹുവിന്റെ വീട്ടിൽ ആകൊരൊറ്റ, റസൂലിന്റെ വീട്ടിൽ ആകൊരൊറ്റ ബെഡ്റൂമേ ഉള്ളൂ. ആ ബെഡ്റൂമിൽ റസൂലിലെ ആയിഷ ബീവിയും കിടക്കുന്ന കട്ടിലാണ്. ആ കട്ടിലിൽ ഒട്ടകത്തിന്റെ ഇല ചതച്ചു കൊണ്ടുവച്ച ലീഫ് എന്ന് പറയുന്ന തലയണയാണ് റസൂൽ വെക്കുന്നത്. ഒരു രാജാവ് റസൂലുള്ളാഹിക്ക് കോംപ്ലിമെന്റ് കൊടുത്ത ഒരു ചെമ്മരിയാടിന്റെ രോമം കൊണ്ടുള്ള ഒരേ ഒരു പുതപ്പേ റസൂലുള്ളാഹിക്കുള്ളൂ. അതുകൊണ്ടാണ് ആയിഷ ബീവി റസൂലുള്ളാഹി മാറി മാറി പറക്കുന്നത്. ഇതൊക്കെയാണ് റസൂലുള്ളാഹിന്റെ വീട്ടുവിശേഷം. അവിടെ 12 ലക്ഷം റുപ്യയുടെ ബാത്റൂം ഇല്ല മോനെ. അവർ പറയും, ആ കാലത്ത് ബാത്റൂമൊന്നും ഇല്ലാണ്ട് ഉള്ളതിനനുസരിച്ച് ഉണ്ടാക്കാത്ത തന്നെ കുറെ ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ലാളിത്യം പാലിക്കണം, മിതത്വം പാലിക്കണം. ഇസ്ലാമിന്റെ പോളിസിയാ. ആവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നമുക്ക് രണ്ടുപേർക്കും നിലത്തിറങ്ങിക്കിടക്കാം. പരിപരുത്ത ഈന്തപ്പനയോലയുടെ പായിൽ റസൂലുള്ളയും ആയിഷയും കൂടി കിടന്നു. അപ്പുറത്ത് അതിഥിയായി വന്ന ശത്രുവായി യഹൂദിനെ വിരിപ്പിൽ കയറ്റി കട്ടിലിന്റെ മുകളിൽ കിടത്തി. ചൂടി കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ കട്ടിലായിരുന്നു റസൂലുള്ളാഹിന്റെ കട്ടില്. ആ കട്ടിലിന്റെ മുകളിൽ അയാളെ കിടത്തി. തഹജ്ജുദിന്റെ ബാങ്ക് മദീനയിലെ പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. പോകുമ്പോൾ തന്റെ വീട്ടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന അതിഥിയുടെ അവസ്ഥ എന്തെന്നറിയാൻ റസൂലുള്ള റൂമെന്ന് പതുക്കെ ചാരിയ ആ വാതിലൊന്ന് തുറന്നു നോക്കുന്നു.
കണ്ട കാഴ്ച ഹൃദയ ഭേദകര. കിടക്കുന്ന വ്യക്തി അവിടെ ഇല്ല. അള്ളാന്റെ റസൂല് നല്ലോണം ലൈറ്റ് കൊണ്ടെന്ന് പരിശോധിച്ച് നോക്കി. അന്ന് ട്യൂബിടാനില്ല, ടോർച്ചടിക്കാനും ഇല്ലല്ലോ. ലൈറ്റ് കൊണ്ടെന്ന് പരിശോധിച്ച് നോക്കി, വ്യക്തി അവിടെ ഇല്ല. അയാൾ അപ്രത്യക്ഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു. വീട്ടിൽ തിരിച്ചു വന്ന വ്യക്തിയെ കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, വിവരമില്ല. അല്ലാഹുവിന്റെ റസൂല റൂമിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നബി തങ്ങൾ കണ്ടതെന്താണ്? ഹബീബായ നബി തങ്ങൾ വിരിക്കുന്ന പുതപ്പിൽ മൂത്രിച്ച് മലമൂത്ര വിസർജനം നടത്തി. ആ യഹൂദ് രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടുകളഞ്ഞിരിക്കുന്നു. കള്ളൻ. അഭയം കൊടുത്ത വിരിപ്പിൽ മൂത്രിച്ചവൻ, അഭയം കൊടുത്ത വിരിപ്പിൽ കാട്ടിച്ചവൻ, രാത്രിക്ക് രാത്രി സ്ഥലം പോയിരിക്കുന്നു അവൻ. റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബെഡ്റൂമിൽ കാഷ്ടിക്കാൻ ധൈര്യം കാണിച്ച യഹൂദി റസൂലുള്ള നോക്കുമ്പോൾ ഒരു സ്വർണത്തിന്റെ പിടിയുള്ള വാളുണ്ട് അവിടെ ഇരിക്കുന്നു. നല്ല ഉഗ്രൻ സ്വർണത്തിന്റെ പിടിയുണ്ടാക്കപ്പെട്ടൊരു വാൾ, മനോഹരമായ വാൾ. ഹബീബായ നബി തങ്ങൾ അതെടുത്തു. തന്റെ കുതിരപ്പുറത്ത് കയറി. നാലു ഭാഗത്തും പരതി. എവിടെയായിവൻ, എവിടെയായിവൻ? ചുറ്റുഭാഗത്തും കുറച്ച് ദൂരേക്ക് പോയി നോക്കുമ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഇവൻ സുഖമായി ഗാഢനിദ്രയില്ല. റസൂലുള്ളാഹി തങ്ങൾ ചെന്നപ്പോൾ ഇയാൾ ഉറങ്ങുക. വാളും പിടിച്ച് റസൂൽ അവിടെ നിന്നു. ഉണർന്നു നോക്കുമ്പോൾ കാണുന്നതെന്ത്? അള്ളാഹുവിന്റെ റസൂൽ വാള് പിടിച്ച് മുന്നിൽ നിൽക്കാൻ. ഇവൻ വിശ്വസിച്ചു തന്നെ ഒറ്റവെട്ടിന് കൊല്ലാനാ മുഹമ്മദിന്റെ പാവം. കാലങ്ങ് പിടിച്ചു പറഞ്ഞു, മാപ്പാക്കനേ. അല്ലാഹുവിന്റെ റസൂലിനോട് മാപ്പാക്കനേ എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തുൽ ആലമീൻ, വിട്ടുവീഴ്ചയുടെ മാനദണ്ഡം കാരുണ്യത്തിന്റെ പ്രപഞ്ചമെന്ന് വിശേഷിപ്പിച്ചാൽ പോരാ, അതിന്റെ അപ്പുറത്തും പറയണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുപോയി, കൊല്ലാനല്ല വന്നത്, നിന്റെ വാൾ നിന്നിലേക്ക് തിരിച്ചേൽപ്പിക്കാനാണ് മുഹമ്മദ് വന്നത്. ആ വാളങ്ങ് കൊടുത്തപ്പോൾ കഠിന ശത്രുവായ ബദ്ധവൈരിയായ യഹൂദി പറഞ്ഞുപോയി, വഅന്നക റസൂലുള്ളാഹ്, നീ അല്ലാഹുവിന്റെ റസൂലാണ്, സത്യം സത്യം സത്യം. അതാണ് കുമാരനാശാൻ എഴുതി വെച്ചത്. എത്രയോ ദൂരം വഴി തെറ്റു നിൽക്കണ്ടരേ, ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനെത്തി ചാരത്തിടുന്നിട, ചുറ്റും പേടിക്കണ്ട നമ്പൂരാരെ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോ തമ്മിലുള്ളാത്തൊരിങ്ങിന് ഒട്ടല്ല ഭോജാതി കോമരങ്ങൾ. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചീ പൊറുതിമുട്ടി. വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താന് കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് വാളുകൊണ്ടല്ല, ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് സാഹോദര്യം കൊണ്ടാണ്. ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത് വിനയം കൊണ്ടാണ്. ആട്ടി ഓടിക്കപ്പെട്ട ജാതിക്കൾ ഇസ്ലാമിലേക്ക് കയറി വന്നതാണ്. ഇസ്ലാമിൽ ശത്രുതയില്ല, ഇസ്ലാമിൽ ജാതിയില്ല, ഇസ്ലാമിൽ ഐക്യമില്ല, ഇസ്ലാമിൽ വിനയമേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. നമ്മൾ ഓരോ മുസ്ലിമും വിനയാന്യതനായിരിക്കണം. അന്യമതക്കാരോട് സ്നേഹം കാണിക്കണം. അവരാക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിലും സ്നേഹം കൊണ്ട് ആക്രമണത്തെ തടയാം. അവനൊരു ഓലപ്പടക്കം ഉണ്ടാക്കൽ കാണുമ്പോൾ നമ്മൾ ഇരുന്നോളി, അവൻ ഓലപ്പടക്കം ഉണ്ടാക്കാൻ തുടങ്ങി നമ്മൾ RDX വേഗം തരയല്ല ബുദ്ധി. അത് നമ്മുടെ നിയമമല്ല. പ്രവാചകൻ ആയുധപ്പുര ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുള്ള പോലെ. ബദർ യുദ്ധം നടന്നപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയില്ല ഇനി ഇവിടെ യുദ്ധം ഉണ്ടാകുമെന്ന്. ബദർ യുദ്ധത്തിൽ തന്നെ എത്ര ആൾ മരിക്കുന്നു റസൂലുള്ളാഹിക്ക് അറിയായിരുന്നു. ബുഖാരി നോക്കിയാൽ കാണാം. ഇബ്നു ഖയ്യിമിന്റെ റൂഹ് വരെ റിപ്പോർട്ട് ചെയ്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയുടെ ദിവസം ബദർ ചെന്നല്ലോ. നാളത്തെ യുദ്ധം നടക്കുന്ന രണാങ്കണം റസൂലുള്ളാഹി ഉമർ ഫാറൂഖിന്റെ കൂടെ ചുറ്റിത്തിരിഞ്ഞു. ആ സമയത്ത് ഉമർ ബിനുൽ ഖത്താബിനെ വിളിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഉമർ, നാളെ ഇവിടെ കിടന്നിട്ടാണ് അബൂജഹൽ ചത്തുവീഴുക എന്ന് കാല റസൂലുള്ളാഹി. ഇവിടെയാണ് ശൈബത്ത് വീഴുക, ഇവിടെയാണ് ഉത്തമത്ത് വധിക്കപ്പെടുക, ഇവിടെയാണ് വലീദിന്റെ ശരീരം ചേതനയേറ്റ് കിടക്കുക. ബദറിൽ ചത്തു വീഴപ്പെടുന്ന സർവ്വ മക്ക മുശ്രിക്കീങ്ങളുടെയും പേര് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവർ ചത്തു വീഴുന്ന സ്ഥലം തലേ ദിവസം കാണിച്ചു കൊടുക്കുമ്പോ മരണപ്പെടുന്ന ഒറ്റ സഹാബത്തിന്റെ പേരും റസൂലുള്ള പറഞ്ഞില്ല. എന്റെ കാല് മുറിച്ചു പോകുന്ന ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദാണല്ലോ, മരിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് നേരത്തെ അറിയാം. ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചെയ്യാത്തതെന്ന് അള്ളാഹു ഓർഡർ കൊടുത്തില്ല. അറിയാഞ്ഞിട്ടല്ല, പറയാനുള്ള അധികാരം കൊടുത്തില്ല.
ചിലതങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ടത് രഹസ്യമാക്കി വെക്കണം, പറയേണ്ടത് പറയേണ്ട സമയത്ത് വരണം. അപ്പൊ ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഇതൊക്കെ അള്ളാഹു നേരത്തെ അറിയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ അറിവുകളും അള്ളാഹു കൊടുത്ത അറിവിന്റെ മഹാചക്രവാളമാണ് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടത് എന്താ പോലെ? എന്താ ആവശ്യപ്പെട്ടത്? നമ്മളെല്ലാ വയതിലും കേൾക്കാറുള്ള ഒരു ഹദീസാ. ഞാനിവിടെ തുടക്കത്തിൽ അതെന്നെ അവധി വെച്ചത്. അതോടുകൂടെ ഇന്നത്തെ ഈ പ്രസംഗം തൽക്കാലം സമാപിക്കും ചെയ്യാം. എന്താണ് നമ്മൾ ഓതിവെച്ച ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ധാരാളം കേൾക്കണം, എന്നാലും ഒന്ന് കേൾക്ക്. ഞങ്ങൾ കേട്ട് കേട്ട് പരിചയമുള്ള ആയത്തൽ ഹദീസാണ്, വേറൊന്നുമില്ല മോനെനിക്ക്. ഈ ഹദീസ് കേട്ട് കേട്ടു എന്നുള്ളതുകൊണ്ട് ഹദീസ് മോശമാണോ മോനെ? കേട്ട് നിങ്ങൾ ധാരാളം കേൾക്കണത് എന്താ? അതിൻ്റെ ഗുണം അത്രയും വലുതായതുകൊണ്ടാണ് അല്ലേ? നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പരിപൂർണ മുസ്ലിം ആകണമെങ്കിൽ നിങ്ങളുടെ ബാപ്പനേക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വന്നാസി അജ്മഈൻ, മറ്റുള്ള എല്ലാത്തിനേക്കാൾ ഞാനാവണം അവനിലേക്ക് ഏറ്റവും പ്രിയം വച്ചവൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ശരിക്കൊന്നും ആലോചിച്ചിട്ടുണ്ടോ മോനെ? സ്വന്തം ഭാര്യനെക്കാട്ടിലും റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഉണ്ട് തന്നെ പറയാം. പക്ഷെ അനുഭവത്തിൽ ഒന്ന് ഹൃദയത്തോട് ചോദിക്കുക. ഭാര്യ പറയാണ്, നാളെ വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു 5 പവൻ സ്വർണം കൊണ്ടുവരണം. ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വരുന്നു. ഭർത്താവ് വിളിച്ചു ചോദിക്കുന്നു, ഭാര്യ ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വരികയാണല്ലോ, പ്രിയപ്പെട്ടവളെ എന്താ നിനക്ക് വേണ്ടത്? ഉടനെ ഭാര്യ പറയുന്നു, 2 കൊല്ലം കഴിഞ്ഞ് വരികയല്ലേ, നിങ്ങളൊരു 5 പവൻ്റെ ഒരു നെക്ലസ് കൊണ്ടുവരണം കേട്ടോ. 6.5 പവൻ്റെ എങ്കിലും മിനിമം മേടിക്കാനാ ഭർത്താവ് നോക്കുക. 5 പറഞ്ഞ് 6.5 കൊടുത്തിട്ട് അവളുടെ മഹബത്തൊന്ന് കിട്ടുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കഴിക്കുന്ന ഈ വേദിയില് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഒന്നുറക്കെ ചെല്ലാൻ പറഞ്ഞപ്പോൾ നമ്മളവിടെ പതുക്കെ പതുക്കെ മന്ത്രിച്ചു പോയില്ലേ പ്രിയപ്പെട്ടവര്? 5 പവന്റെ ആഭരണം കൊണ്ടുവരാൻ ഭാര്യ പറഞ്ഞപ്പോ ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി 6.5 പവൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെടുക്കുന്ന ഭർത്താക്കന്മാര്, അള്ളാന്റെ റസൂലിനെ ഭാര്യയേക്കാൾ സ്നേഹിക്കാൻ നിനക്കോ എനിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയോ? എളുപ്പമല്ല കേട്ടോ. പിന്നെ എന്തേ റസൂലുള്ള ഇങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? ആ പറഞ്ഞതിന് വലിയൊരു ഓപ്പോസിറ്റ് അർത്ഥമുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സംഭവം നേരത്തെ അവിടെ തുടങ്ങി വെച്ച പ്രാസംഗികന്മാരൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സമാപിച്ചു കളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സമാഗതമായി. റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹിന്റെ വഫാത്തും സംഭവിച്ചു പോയി. സുഹൃത്തുക്കളെ, ആ സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്ത ആളുകളുടെ പേര് ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, അലി ഇബ്നു അബീ താലിബ്, ഫാത്തിമത്തു സഹ്റ, വൽ ഹസൻ വൽ ഹുസൈൻ പ്രമുഖരാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി ആളെ പറഞ്ഞയച്ചതാണ്. റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ സമയം ഹാജരായപ്പോ അബൂബക്കർ സിദ്ദീഖിനെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു, ഫാത്തിമാനെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു, ഹസൻ ഹുസൈനിനെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു. അലിയാരി സന്നിധിയിലെത്തി. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ മരണത്തിന്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യം കണ്ടപ്പോ പൊന്നുമോൾ 2 കൈയും തലയിലെന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ ഉപ്പാ, എൻ്റെ ഉപ്പാ, ഫാത്തിമത്തു ബിദ്അത്തു മിന്നി, എന്റെ കരളിന്റെ ഒരു പീസാണ് ഫാത്തിമ എന്ന് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ മുഖം പോലത്തെ മുഖമാണ് ഫാത്തിമ ബീവിയുടെ മുഖം. റസൂലുള്ളാഹിന്റെ നടത്തം പോലത്തെ അനുകരിക്കുന്ന നടത്തമാണ് ഫാത്തിമയുടെ നടത്തം. റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണവിശേഷണങ്ങൾ ഒത്തിണങ്ങിയ പ്രിയപ്പെട്ട മോളാണ് ഫാത്തിമ. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് പ്രത്യേക താല്പര്യവും ഫാത്തിമയോടുണ്ട്. അതുകൊണ്ട് ഫാത്തിമത്തു ബിദ്അത്തു മിന്നി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് റസൂലുള്ളാഹി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ ഫാത്തിമ റസൂലുള്ളാഹിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ട പൊന്നാര മോളാണ് ഫാത്തിമ. മരണത്തിന്റെ സമയം വന്നപ്പോ ഫാത്തിമ അലമുറയിട്ടു, എന്റെ പ്രിയപ്പെട്ട ബാപ്പ, കാണാനുള്ള ശേഷി ഫാത്തിമക്കില്ലല്ലോ.
നേരത്തെ ചുമലിലേറ്റി കൊണ്ടുപോയി നടന്ന ഹസൻ വൽ ഹുസൈൻ തങ്ങളെ റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ മുന്നിലുണ്ട്. രണ്ടുപേരും പൊന്നുമക്കള് വിലവിളിക്കുകയാണ്, വാജദ്ദാ, ഞങ്ങളുടെ വല്ലുപ്പാ. മദീനയിലെ അങ്ങാടിയിൽ കൊണ്ടുപോയി മധുര പലഹാരങ്ങൾ വാങ്ങിയിട്ട് പൊന്നോമനകൾക്ക് കൊടുക്കുന്ന റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ സമാഗതമായ സാഹചര്യം കണ്ടപ്പോൾ ഹസൻ വൽ ഹുസൈൻ വിളിച്ചു പറയുന്നു, വാജദ്ദാ, ഞങ്ങളുടെ വല്ലുപ്പാ. പ്രിയപ്പെട്ട പ്രാണപയസിയായ 17 വയസ്സ് പ്രായമുള്ള യുവസുന്ദരിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ശിരസ് കിടക്കുന്നുണ്ട്. ഭാര്യയുടെ മടിയിലാണ് ശിരസ് കിടക്കുന്നത്. പ്രിയപ്പെട്ട ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ്, ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹിക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ അടയാളം കാണാൻ വയ്യാതെ വാവിട്ട് നിലവിളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സിദ്ദീഖിന്റെ ബോധം നഷ്ടപ്പെടുന്നു. അത്ര കണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ച മഹാനാണ്. അൽയൗമാക്കുമൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയപ്പോ എല്ലാ സ്വഹാബത്തും സന്തോഷിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞുപോയി. സ്വഹാബത്ത് ചോദിച്ചു, സിദ്ദീഖേ, ഈ ദിവസം ദീന് പരിപൂർണമാക്കിയ ദിവസമല്ലേ, സന്തോഷിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്താ കരയണത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സ്വഹാബാക്കളെ, ദീന് സമ്പൂർണമാക്കിയതിന് സന്തോഷമുണ്ട്, പക്ഷേ ദീന് സമ്പൂർണമാക്കിയാൽ പിന്നെ റസൂലുള്ളാഹിന്റെ മരണമുറപ്പാണ്. അതുകൊണ്ട് ഈ ആയത്ത് റസൂലുള്ളാഹിന്റെ മരണമെടുത്തു എന്നതിന്റെ തെളിവാണ്. അതാലോചിച്ച അബൂബക്കർ സിദ്ദീഖ് നേരത്തെ കരഞ്ഞു പോയിട്ടുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമ കരയുന്നു, ഹസൻ വൽ ഹുസൈൻ കരയുന്നു, ആയിഷ ബീബി കരയുന്നു, എല്ലാവരും കരയുന്നു. ആ കരയുന്ന സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ റൂഹ് ഇടക്കിടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലുകളും ചലനം നിൽക്കുന്നു, ഓരോ വിരലുകളും ചലനം നിൽക്കുന്നു. അവസാനം ഹബീബായ റസൂലുള്ളാഹിന്റെ അരയുടെ കീപ്പെട്ട് മുഴുവൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, റസൂലുള്ള ദുആ ചെയ്യുന്നു. ആയിഷ ബീബി റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി കണ്ണിൽ വെള്ളം നിറക്കുന്നു. പ്രിയപ്പെട്ട മോള് ബാപ്പാന്ന് വിളിച്ച് കരയുന്നു. പേരക്കുട്ടികൾ നിലവിളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡ് സമയത്തോടടുത്തപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, മരണത്തിന്റെ മുമ്പ് റസൂലുള്ള എന്തെങ്കിലും ഒരു ഓഫർ എന്നോട് പറയുമല്ലോ. 7-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ ഭാര്യയായി, 9-ാമത്തെ വയസ്സിൽ ദാമ്പത്യ ജീവിതത്തിന് കളമൊരുക്കി കൊടുത്ത ആയിഷ 17 വയസ്സിൽ ഒരു +2 വിദ്യാർത്ഥിനിയുടെ പ്രായമുള്ള പാവം പിടിച്ച പെൺകുട്ടിയായ സമയത്താണ് റസൂലുള്ള വിട പറഞ്ഞു പോകുന്നത്. ആയിഷ ബീവിയുടെ മടിയിൽ റസൂലുള്ള തലവെച്ച് കിടക്കുമ്പോ ആയിഷാന്റെ കൽബിലൊരു പൂതി, റസൂലുള്ള വഫാത്തിന്റെ മുമ്പ് എന്തെങ്കിലും ഒരു ഓഫർ എന്നോട് പറയുമല്ലോ. പക്ഷേ ഒരക്ഷരം മിണ്ടിയില്ല. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസാനത്തെ സമയമെത്തിയപ്പോ ഹബീബിന്റെ 2 കണ്ണുകളും ധാരധാരയായി കണ്ണുനീരൊലിച്ചിറങ്ങുമ്പോ, ശരീരം വിയർപ്പിലങ്ങി മുങ്ങുമ്പോ ആയിഷ ബീബി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തടവിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി അതാ വാ തുറക്കുന്നു, ചുണ്ടനങ്ങുന്നു. എന്താണ് പ്രവാചകൻ, എന്താണ് ഹബീബ്, എന്താണ് ഭർത്താവ് പറയുന്നതെന്നറിയാൻ പുറത്തേക്ക് ശബ്ദം വരുന്നില്ല, ചുണ്ടനങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാണ്, ഞാൻ എൻ്റെ ചെവി റസൂലുള്ളാഹിന്റെ വായന്റെ മുകളിൽ അമർത്തി വെച്ച് നോക്കി. ആ നേരിയ ശബ്ദം കേൾക്കാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സക്കറാത്തിന്റെ അവസാനത്തെ ശ്വാസം വിട്ടുപിരിയുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്ന് വിളിച്ച വിളിയാ ഉമ്മത്തി, എന്റെ സമുദായമേ, യാ ഉമ്മത്തി ഉമ്മത്തി എന്നാ വിചാരത്തിനാൽ യൗമൽ വഫാത്തതിലേ വിങ്ങിക്കരഞ്ഞവരാ. 17
വയസ്സുള്ള ആയിഷാന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ, പൊന്നോമന കരളിന്റെ കഷ്ടം നിന്ന് നിലവിളിക്കുമ്പോ, പേരക്കുട്ടികൾ വല്യുപ്പാന്ന് പറഞ്ഞ് കരയുമ്പോ, പ്രിയപ്പെട്ട ചങ്ങാതി അബൂബക്കർ അലമുറയിട്ട് കരയുമ്പോ, 7ാമത്തെ വയസ്സിൽ മുസ്ലിമായി റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ സമയവും സേവനം ചെയ്തു അവസാനം പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്ത അലി ഇബ്നു അബീ താലിബ്, പ്രിയപ്പെട്ട മരുമകൻ ഈശ മുളക്കാത്ത സമയത്ത് മുസ്ലിമായ ആലിയാര് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരക്ഷരം അവരോട് പറയാതെ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, കാന്തപുരത്ത് ജീവിച്ചിരിക്കുന്നവരെ, മരിച്ചുപോയവരെ, ഇനി ജനിക്കാതിരിക്കുന്നവരെ, എല്ലാരെയും വിളിച്ചിട്ടാ റസൂലുള്ള പോണത്. ആദാ റസൂലുള്ള പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്റെ വാപ്പാനേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ പേരക്കുട്ടികളെക്കാൾ, എല്ലാത്തിനേക്കാൾ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ പേരക്കുട്ടികളെക്കാൾ, എല്ലാത്തിനേക്കാൾ നിങ്ങൾ എന്നെ പ്രേമിക്കാത്ത കാലം വരെ നിങ്ങൾ പരിപൂർണ മുസ്ലിമല്ല എന്ന് പറഞ്ഞാൽ നമുക്കതിന് പറ്റൂല മോനെ. റസൂലുള്ള സ്നേഹിച്ചതുപോലെ നമുക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റൂല. പൊന്നു ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ഒരു വസിയത്തൊന്നും പറയാതെ അവസാനം എന്റെ സമുദായമോ എന്ന് വിളിച്ചു മരിച്ച റഹ്മത്തുൽ ആലമീനായ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ ഒന്നും ചോദിക്കുന്നില്ല, പണം കൊടുക്കണ്ട, പുറയിടും പറമ്പും റസൂലുള്ളാഹിക്ക് എഴുതി കൊടുക്കണ്ട, കിട്ടിയ പണം റൗദയിലേക്ക് പാർസൽ അയക്കണ്ട, ഒന്നേ വേണ്ടൂ, ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സലാത്ത് ചൊല്ലിക്കോ. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സലാത്ത് അധികരിപ്പിച്ചോ. അല്ലാഹു സലാത്തിന്റെ മുഹബ്ബീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിന് പകരം വെക്കാൻ, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ സ്നേഹിച്ചതിന് പ്രത്യുപകാരം ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് സാധ്യമല്ല. എങ്കിലും നമ്മുടെ ജീവനായ റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുക, ഖൽബ് കൊണ്ട് സ്നേഹിക്കുക, റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിക്കുക, റസൂലുള്ള നടന്ന പോലെ നടക്കാൻ നോക്കുക, റസൂലുള്ള ജീവിച്ച പോലെ ജീവിക്കാൻ നോക്കുക, റസൂലുള്ള ധരിച്ച പോലെ വസ്ത്രം ധരിക്കുക, റസൂലുള്ള ചിരിച്ച പോലെ ചിരിക്കുക, റസൂലുള്ള ഭക്ഷണം കഴിച്ച പോലെ ഭക്ഷണം കഴിക്കുക, റസൂലുള്ള സംസാരിച്ച പോലെ സംസാരിക്കുക, റസൂലുള്ള ഭാര്യമാരോട് പെരുമാറിയ പോലെ നമ്മുടെ ഭാര്യമാരോട് പെരുമാറുക, റസൂലുള്ള ഇടപഴകിയ മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകി അതുപോലെ നമ്മൾ ഇടപഴകുക. അതാ നബിദിനം, അതാ റസൂലുള്ളാഹിന്റെ ചര്യ. അല്ലാതെ കേവലം ആദരവ്യായാമമല്ല. ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവരിക, ജീവിതത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് കടപ്പാടുണ്ടാക്കുക. അതിന് നമുക്ക് കഴിയണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതാണ് പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് കഴിയണം. എൻ്റെ ഭാര്യ കേൾക്കുന്ന ധാരാളം ഉമ്മമാർ, അവരോട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് ഒരു കാലത്ത് ഏറ്റവും അധികം പ്രകടിപ്പിച്ചിരുന്നത് ദീനിനോട് സ്നേഹം പെണ്ണുങ്ങൾക്കായിരുന്നു. മോനെ, ഒറ്റ വാക്കിൽ നിർത്താൻ ആരും പോകരുതിട്ടോ. പക്ഷെ ഇപ്പൊ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് വിശ്വാസം പമ്പ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ പ്രദേശത്ത് കുറച്ച് ആൾക്കാരിലൊക്കെ ഈ പാരമ്പര്യമായിട്ട് കുറച്ച് തലയെക്കെട്ടും താടി, കുറച്ച് അച്ചടക്കമുള്ള പെണ്ണുങ്ങളും ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേ കാണാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും വമ്പിച്ച മാറ്റം വേണ്ട എന്നല്ല പറഞ്ഞത്, മാറ്റം വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ ദീനിനെതിരായൊരു മാറ്റം, മനുഷ്യൻ അതപ്പതിച്ചു പോകുന്നൊരു മാറ്റം സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാകുന്നത് അബദ്ധമാണ്. നമ്മൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, സ്ത്രീ മോശക്കാരത്തിയാന്നല്ല പറയുന്നത്. നമ്മുടെ സംസ്കാരങ്ങൾ അവമതിക്കപ്പെടുന്നു. ഞാനെൻ്റെ ഉമ്മമാരോട് ചോദിക്കുകയാണ്, ഏത് വീട്ടിലാണ് ഇപ്പൊ ശരിക്കും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീട്? പഴയ കാലത്ത് നഫീസത്ത് മാല, മൊഹീദ്ദീൻ മാല, മഞ്ഞക്കുളം മാല, റിഫാഇ മാല, ഹദ്ദാദ് റാത്തീബ്, ഖുത്ബിയ്യത്ത്, മങ്കൂസ് മൗലിദ്, ബർദൻജി മൗലിദ്, ജാല മുഹമ്മദ്, സുബ്ഹാന മൗലിദ് ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് കാണാതെ കിട്ടിയിരുന്നു. ഹദ്ദാദ് റാത്തീബ് കാണാതെ കിട്ടുന്ന പെണ്ണുങ്ങളുണ്ടോ? ഇപ്പോൾ നഫീസത്ത് മാല എന്ന് ചെല്ലാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ടോ? ഇപ്പോൾ അതൊക്കെ പറയുമ്പോൾ പറയും, മുസ്ലിയാരെ ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയതല്ലേ. ഈ നഫീസത്ത് മാലയും മൊയ്തീൻ മാലയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആർക്ക് കാലഹരണപ്പെട്ടു പോയി? കാലഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് വലിച്ചെറിഞ്ഞ സാധനമാണ് ഇപ്പൊ കാലഹരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റോരെടുത്ത് തലയിലേറ്റി നടക്കണം. മൊയ്തീൻ മാല ഒരു കാലത്ത് നമ്മൾ ആവേശപൂർവ്വം പാടി മാറ്റിവെച്ച് ഇപ്പൊ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃതി മൊയ്തീൻ മാലയാണെന്ന് പറയുകയും വിമർശിച്ചവർ നാടടക്കിക്കൊണ്ട് അത് പാരായണം ചെയ്യുകയും ചെയ്യുന്നു.
അപ്പോഴാണ് സുന്നികൾക്ക് ദിശാബോധം വരുന്നത്. ഇത്രയും വലിയ സാധനമായിരുന്നു പഠിച്ചോനേത് അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ടു പോയ ദിവസം വന്നപ്പോൾ കോഴിക്കോട് ടാഗോർ ഹാളിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ പരിപാടിയിൽ ബഷീർ മാല പാടുകയാ ചെയ്തത്. എം കാരാശ്ശേരി മൊയ്യുദ്ദീൻ മാല പാടൽ ഷിർക്കാണെന്ന് പറയുന്നവര്, അതെന്താണെന്ന് പറയുന്നവര്, ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ മാലയുണ്ടാക്കിക്കൊണ്ട് ലൈവായി ചാനലിൽ കൊടുത്തുകൊണ്ട് ബഷീർ മാല പാടുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ കൊണ്ട് തള്ളിക്കളയുന്നത് നമ്മുടെ സംസ്കാരം നമ്മൾ ഒരിക്കലും വിറ്റ് കളഞ്ഞു പോകരുത്. അമ്മമാരോട് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുക, ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയമുണ്ടല്ലോ, അത് ബർക്കത്തുള്ള സമയമാണ്. ആ സമയം മുസ്ലിങ്ങൾ മാനിക്കണം. ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ 7 മണി മുതൽ 9:30 മണി വരെ ചാനൽ സംസ്കാരം കടന്നാക്രമിച്ചിരിക്കുകയാണ്. സലാത്തിയെല്ലാം സമയമല്ല, മൗലിദോദം സമയമല്ല, ചാനൽ സംസ്കാരം. TV കാണണ്ടെന്നോ, നോക്കരുതെന്നോ, ഇൻ്റർനെറ്റ് അടുപ്പിക്കരുതെന്നോ, വാച്ച് കെട്ടരുതെന്നോ, റേഡിയോ കേൾക്കരുതെന്നോ ഒന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതും ആവാം, പക്ഷേ അതിൽ ഹലാൽ എടുക്കുക, ഹറാം ഒഴിവാക്കുക. അതാ നമ്മുടെ പോളിസി. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹറാമ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഹലാല് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഏതിനെയും ഹറാമിനെ തള്ളുക, ഹലാലിനെ നമുക്ക് ഉപയോഗിക്കാം. TV ആയാലും ഇന്റർനെറ്റ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും മൈക്രോഫോൺ ആയാലും എല്ലാം ഇതിലൊക്കെ ഹറാമ് വരും. ഇതിലൂടെ ഇപ്പം തെറിയാണ്ട് വിളിച്ചു പറയാൻ തുടങ്ങിയാലോ അത് ഹറാമായി. ഇന്റർനെറ്റിലൂടെ വൃത്തികേടാണ് കാണിക്കാൻ തുടങ്ങിയാലോ ഹറാമായി. നല്ലത് കാണിച്ചാലോ ഹലാലുമായി. അതേല്ലോ അതിന്റെ ഫത്വ. അതുകൊണ്ട് ഉമ്മമാരോട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, പഴയ സംസ്കാരങ്ങൾ കളഞ്ഞു കുളിക്കരുത്. എഫീസത്തുമാല ചെല്ലുന്നൊരു ഏർപ്പാട് നാട്ടിൽ നിന്ന് അസ്തമിച്ചു പോയി. മാലകളോട് അവജ്ഞത വന്നുപോയി. പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ഈ ചാനലിന്റെ പുറകെ കൂടിയിരിക്കുക എല്ലാവരും. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മളെ ഈ സമയമൊക്കെ നമ്മുടെ ആരാധനകൾക്ക് വേണ്ടി നിജപ്പെടുത്തണം. നിങ്ങൾ മഹദികളുടെ ചരിത്രം വായിക്കണം, മഹാന്മാരുടെ ചരിത്രം വായിക്കണം, അത് പഠിക്കണം, അത് പ്രാക്ടിക്കലാക്കണം. ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മുടെ ഉമ്മമാര് പഠിക്കണം. ആയിഷ ബീവിയുടെ ചരിത്രം പഠിക്കണം, നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രം പഠിക്കണം. അപ്പോഴേ നമുക്ക് ആവേശം ഉണ്ടാവും. കണ്ട സിനിമാ കഥയും കേട്ട് സിനിമാ നടന്മാരെ പൂജിച്ച് അവർക്കൊക്കെ ആരാധകന്മാരായി ഫാൻസ് ഒരുക്കുക. എന്തൊക്കെ വൃത്തികേടാണ് നടക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഫാൻസാണ് ഞാൻ എന്ന് പറയാൻ നമുക്ക് മടി. തുണിയെടുക്കാത്ത സിനിമാ നടിയുടെ ഫാൻസാണ് ഞാൻ എന്ന് പറയാൻ അഭിമാനം അല്ലേ? ഞാൻ റസൂലുള്ളാഹിന്റെ ഫാൻസാണ്, അതുകൊണ്ട് ഞാൻ സലാത്ത് ചെല്ലട്ടെ കൂടുതൽ. ഞാൻ റസൂലുള്ളാഹിന്റെ ഫാൻസാണ്, അതുകൊണ്ട് ഞാൻ തലമറക്കട്ടെ എന്ന് പറയലല്ലേ മുസ്ലിമാന്റെ ബാധ്യത? അതുകൊണ്ട് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആദരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. സലാത്ത് ധാരാളം ചൊല്ലാനും സലാത്തിന്റെ മുഹിബ്ബാകാനും അതുവഴിയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്നതിന് മുമ്പ് ഒരൊറ്റവട്ടം മനാമിൽ കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ ഇതൊക്കെ ചൊല്ലുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മജ്‌ലിസിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു സമ്മാനം നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമ്മാനം വാങ്ങിയിട്ടേ ഈ മജ്‌ലിസിലുള്ള എല്ലാ ആണുപെണ്ണുങ്ങളും പോകാവൂ. എന്താണ് ആ സമ്മാനമെന്നല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെട്ടു പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല മോനെ. ജനിക്കുന്നവനായി ജനിച്ചാലും മരിക്കുന്നത് മുസ്ലിമായി മരിക്കണം. ആഖിബത്ത് നന്നാവലാണല്ലോ നമ്മുടെ ലക്ഷ്യം. മുസ്ലിമായി മരിക്കാൻ എന്ത് വേണം? നിസ്കരിച്ചാൽ മതിയോ? എത്രയെത്ര നിസ്കാരക്കാരാണ് അവസാനം കാഫിറായി ചത്തുപോയത്? എത്രയെത്ര ധർമ്മിഷ്ഠന്മാരാണ് അവസാനം നരകത്തിൽ കടന്നുപോയത്? അതുകൊണ്ട് മുസ്ലിമായി മരിക്കുക എന്നുള്ളത് റബ്ബ് കൊടുക്കുന്ന മഹദായ തൗഫീഖാണ്. അത് കിട്ടണോ? അല്ലാഹുവിന്റെ റസൂലുമായി മുറിയാത്ത കണക്ഷൻ ഉണ്ടാക്കിക്കോ.
റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ധാരാളം നിങ്ങൾ ചൊല്ലിക്കോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചൊല്ലാൻ ഒരു സ്വലാത്ത് ഇവിടെ നിങ്ങൾക്ക് തരാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തുകളുടെ മുഴുവൻ രാജാവായ ഹബീബായ നബി നിങ്ങളെ സ്വപ്നം കാണുമെന്ന് ഉറപ്പിച്ച് മഹാന്മാരുറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ സ്വലാത്തുകളുടെ ക്യാപ്റ്റനായ സ്വലാത്തു താജ് റസൂലുള്ളാഹിനെ വർണ്ണിച്ചു 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 വർണ്ണിച്ച് മനോഹരമാക്കി കളഞ്ഞ സ്വലാത്ത് ഞാൻ എൻ്റെ വാതിന്റെ തുടക്കത്തിൽ അതിവിടെ ചൊല്ലിവെച്ചിട്ടുള്ളൂ. ഔലിയാക്കൾ സമ്മാനിച്ച സ്വലാത്താണത്, മഹാന്മാർ അനുഗ്രഹിച്ച സ്വലാത്താണത്, വളരെ മുജറബാത്തുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണത്. അതുകൊണ്ട് ഒരൊറ്റ വട്ടം മദീനയിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു ഫാത്തിഹ വിളിച്ച് ഇഖ്ലാസ് മുഹബ്ബറത്തൈനുകൾ ചൊല്ലി നമ്മൾ മരിച്ചു മൺമറഞ്ഞവർക്ക് ഹദിയ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ഒരു വട്ടം സ്വലാത്തു താജ് ഇവിടുന്ന് ചൊല്ലണം. സ്വലാത്തു താജ് നിങ്ങൾ ദായിമാക്കിയാൽ ഡെഫിനിറ്റ് ഉറപ്പാൻ മരണത്തിന് മുമ്പ് ഒരൊറ്റ വട്ടമെങ്കിലും ചുരുങ്ങിയത് റസൂലുള്ളാഹി തങ്ങളെ മനാമിലെത്തിക്കാം. ഹബീബായ നബി തങ്ങളെ മനാമിലെത്തുന്ന ഒരു ദർജയിലേക്ക് നീ എത്തുമ്പോൾ ജഹന്നമെന്ന നരകത്തുനിന്ന് എത്തുക്കാവുമല്ലോ.